ഹലോ, ഇന്നൊരു കുഞ്ഞു ഗാർഡൻ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വിൻ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പുതിയതായിട്ട് പച്ചക്കറി തോട്ടമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇടുന്നതും എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതും എന്നൊക്കെയുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മുടെ വിത്തുകളൊക്കെ കുറച്ചൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വർഷത്തെ പോലെയല്ല, നമ്മുടെ വിത്തുകളൊന്നും അധികം അങ്ങോട്ട് നന്നായിട്ട് വന്നിട്ടില്ല കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സീഡുകളൊക്കെയാണ് ഇന്ന് ഇട്ടിരുന്നത്. ഇത് പാവയ്ക്കാണ്. ഒരുപാട് വിത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഒന്ന് മാത്രമാണ് കേട്ടോ കിളിർത്ത് വന്നിട്ടുണ്ടായിരുന്നത്. വിത്തുകളൊക്കെ ഓൾമോസ്റ്റ് കുറേയൊക്കെ കിളിർത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മെയിനായിട്ട് ചെറിയ ചെറിയ പക്ഷികളുണ്ട്, അതെല്ലാം ഇങ്ങനെ കൊത്തി കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച് നട്ട തൈകളാണ്, വെണ്ടയുടെ തൈകളാണ്. ഇതിപ്പോൾ നട്ടിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഇത് ചെറിയ ടൊമാറ്റോ, ഇത് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് വാടിപ്പോകുന്ന ചാൻസ് ഉണ്ട്. ഇവർ ചെറിയ തൈയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ വേഗം മുട്ടിട്ട് അതിൽ വരാറുണ്ട് കേട്ടോ. ഇത് അവർ യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സും വളങ്ങളും ഒക്കെ കൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ, തക്കാളിയുടെ തൈകൾ. പിന്നെ നമ്മുടെ ഇവിടെ തന്നെ കുറച്ചുണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വിത്തിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം കിളിർത്ത് വരും. പക്ഷേ ഈ പക്ഷികളെല്ലാം കൂടെ കൊത്തി കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ശല്യം സഹിക്കാൻ വയ്യാതെ ഞാനിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസ് ഇങ്ങനെ പിടിച്ച് വരുന്ന ആ ഒരു ചെറിയ തൈകൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വന്ന തൈകളാണ് കേട്ടോ ഈ തക്കാളിയുടേത് മാത്രമല്ല, മുളകിൻ്റെത്, പിന്നെ അതുപോലെ തന്നെ ചീര, ഇതെല്ലാം ഇവർ കൊത്തി കഴിക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ കൊത്തി വലിച്ച് ഒടിച്ച് കളയുന്ന ആ ഒരു രീതിയായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ പനിക്കൂർക്കയാണ്. മുന്നേ ഞാൻ പനിക്കൂർക്കയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനൊരെണ്ണം മാറ്റി ചട്ടിയിലും നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വലുതായിട്ടുണ്ട്. തറയിലും കുറച്ച് പനിക്കൂർക്ക ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ നമുക്ക് തുളസിയും ഉണ്ട്. തുളസിയും പനിക്കൂർക്കയൊക്കെ നമുക്ക് മെയിനായിട്ട് വേണം കേട്ടോ. പനി അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ഔഷധ ചെടികളാണ്. അപ്പോൾ എല്ലാ വർഷവും ഞാൻ ഈ 2 ചെടികൾ എന്തായാലും മസ്റ്റായിട്ടും വളർത്താനായിട്ട് ശ്രമിക്കും കേട്ടോ. ഇതൊക്കെ നമ്മുടെ അന്ന് അവിടെ നിന്ന് വാങ്ങിച്ച് നട്ടതാണ്. നമ്മുടെ സീസണൽ പ്ലാന്റ്സുകളാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഏകദേശം കുറച്ചൊക്കെ വലുതായി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അഗസ്തിയാണ്. അഗസ്തി ഇപ്പോൾ ഒരു സൈഡിലോട്ട് മാത്രം ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അത്രയ്ക്ക് നന്നായിട്ട് പൂവൊന്നും ഇടുന്നില്ല. പിന്നെ മെയിനായിട്ട് ഈ പക്ഷികൾ ഇതിൻ്റെ പൂവ് ഇങ്ങനെ കൊത്തി അതിൽ തേൻ കുടിക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ. അതുമൊക്കെ നശിപ്പിച്ച് വിടാറുണ്ട്. അപ്പം മിക്ക പൂക്കളിൽ ഇങ്ങനെ കൊത്തു വീണിട്ടുണ്ട്, അതിൻ്റെ പാടുകൾ കാണാം. അപ്പോൾ അങ്ങനെയുള്ള പൂക്കൾ ഞാൻ എടുക്കാറില്ല കേട്ടോ. ഇത് അഗസ്ത്യ ചീരയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഈ വലിയ അഗസ്ത്യയുടെ ഒത്തിരി സീഡുകൾ കിടന്ന് പൊടിച്ച് വന്നതാണ്. നല്ല രീതിയിൽ തന്നെ പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ ഇങ്ങനെ വലുതായി വന്നിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പിടിച്ച് വന്നപ്പോൾ കുറേയൊക്കെ ഞാൻ എടുത്ത് മാറ്റിയായിരുന്നു. ഇത് നമ്മുടെ അലോവേരയാണ്. ഇത് ഞാൻ സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് നട്ടതാണ് കേട്ടോ. പിന്നെ വേറൊരു വലിയൊരു അലോവേര നമുക്കിവിടെ ഉണ്ട്. ഇത് ഞങ്ങളുടെ 10 മണിച്ചെടി കളക്ഷനാണ് കേട്ടോ. ഇപ്പോൾ പൊതുവായിട്ട് ഈ വിൻ്ററായി വരുമ്പോൾ അധികം അങ്ങോട്ട് പൂവിടാറില്ല കേട്ടോ. അതിന് മുന്നേയൊക്കെ നന്നായിട്ട് പൂവിട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ നന്നായിട്ടൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. പക്ഷേ പൂക്കളൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇതൊക്കെ തെറ്റിയാണ്, നമ്മൾ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നട്ട സമയത്ത് നന്നായിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ നല്ല പച്ച ഇലകൾ വന്നിട്ട് വരുന്നുണ്ട് കേട്ടോ, പിടിച്ച് വരുന്നുണ്ട് തെറ്റി. ഇത് നമ്മുടെ വഴുതണിങ്ങയാണ്. ഇത് ഞാൻ 3 വഴുതണിങ്ങ തൈയും പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അത് നടുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മുട്ടുകളും വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കരിയേപ്പിലയാണ്. കരിയേപ്പില നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷത്തോളമായി കേട്ടോ ഈ ഒരു കരിയേപ്പില. അധികം അങ്ങോട്ട് വലുതാവുന്നൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പിടിച്ച് വരുന്നുണ്ട്. പിന്നെ താഴേന്ന് ചെറിയ തൈകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ കരിയേപ്പിലയുടെ അടുത്ത് നിൽക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. കുക്കുംബറാണോ പംകിനാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്നത് ബീൻസാണ്. ബീൻസ് ഞാൻ ഒത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കിളികൾ മാത്രമല്ല, നമ്മുടെ പൂച്ചകളും ഭയങ്കര ശല്യമാണ് കേട്ടോ.
മൊത്തത്തിൽ നമ്മുടെ കൃഷി നന്നായിട്ട് നശിപ്പിക്കുന്നത് ഇവരൊക്കെയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു വിത്ത് ഇട്ട് കുറച്ചാകുമ്പോൾ തന്നെ അതിൽ പൂ വന്ന് കാ പിടിക്കാറുണ്ട്. പെട്ടെന്നൊക്കെ നശിച്ചു പോകും കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷമൊന്നും ഇങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ വിത്ത് വാങ്ങിച്ച് നട്ടിട്ടില്ലായിരുന്നു. നമ്മളെല്ലാം മുന്നേ പിടിച്ച പച്ചക്കറിയുടെ ആ ഒരു വിത്താണ് കേട്ടോ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതാ ഇപ്പോഴും ഇപ്പം തന്നെ നോക്ക് ഇതിൽ പൂ വന്നിട്ട് ബീൻസുകളിങ്ങനെ പിടിച്ചു വരുന്നുണ്ട്. അറിയത്തില്ല ഇതിന് എത്ര ദിവസം നിൽക്കുമെന്നൊന്നും. ഇത് ഞാൻ പിന്നെ വിത്തിട്ടതാണ് കേട്ടോ. നമ്മൾ ആ ഒരു സൈഡിലിട്ടിരുന്ന മിക്ക ബീൻസും പൂച്ചയൊക്കെ ഇങ്ങനെ മാന്തി എടുത്ത് കളയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നശിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഇട്ടതാണ് കേട്ടോ വിത്തുകൾ. അത്യാവശ്യം പൂച്ചയുടെ കണ്ണിപ്പെടാതെയൊക്കെ ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വിത്തിട്ട് പിടിച്ച് വന്ന വെണ്ടയ്ക്കയാണ്. പക്ഷെ ഇത് ചെറുതായിരിക്കുമ്പോൾ തന്നെ ഇതിലിങ്ങനെ പൂ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ പിച്ചി കൊടുക്കാറുണ്ട്. കാര്യം ചെറുതിലിങ്ങനെ പൂ പിടിച്ചിട്ട് വന്നാൽ പെട്ടെന്ന് ഈ ചെടി നശിച്ച് പോകും. അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ ഇങ്ങനെ നമ്മൾ ഈ പൂ പിച്ചി കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിലേക്ക് പുതിയ ഇലകൾ വന്ന് കുറച്ചും കൂടെ വലുതായിട്ട് ഇത് നന്നായിട്ട് പിടിച്ച് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഇത് വഴുതനങ്ങയാണ്. ഇത് നമ്മുടെ വിത്തിട്ട് വന്നതെല്ലാം വളരെ ചെറുതായിട്ട് നന്നായിട്ട് വന്നിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് നട്ടത് അതിൻ്റെ തൈകൾ കുറച്ചും കൂടെ വലുതായിട്ട് വലിപ്പത്തിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ചെമ്പരന്തി. ഇതും ഓൾമോസ്റ്റ് ഫുൾ ഇലയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറുതായിട്ട് ഇങ്ങനെ പച്ചപ്പായിട്ട് വരുന്നുണ്ട്. ഇത് മഞ്ഞളാണ് കേട്ടോ. ഞാൻ മുന്നേ മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞൾ ഞാനിങ്ങനെ കരിയിലേക്ക് ഇട്ട് കുറച്ച് ചാണകമൊക്കെ ഇട്ടിട്ട് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ കുറച്ചൊക്കെ പിടിച്ച് വന്നിട്ടതാണ്. ഇതൊക്കെ നമ്മുടെ ചെറി ടൊമാറ്റോ ആയിരുന്നു കേട്ടോ. അന്ന് ഞാൻ ഇവിടെ വിത്തിട്ടിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മുടെ വിത്തിട്ട് പിടിച്ച് വരുന്നത് തന്നെയാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ വരുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ ചെടിയാകുമ്പോൾ അധികം അവരിങ്ങനെ കൊത്തി നശിപ്പിക്കാറില്ല. ഇത് മുളകിൻ്റെ തൈകളാണ് കേട്ടോ. ഇത് നമ്മൾ വാങ്ങിച്ച് നട്ടതാണ്. ഇങ്ങനെ കവർ ചെയ്ത് നിർത്തിയേക്കുന്നത്. ഇവിടെ ഒത്തിരി കിളികൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതെല്ലാം ഇങ്ങനെ ഇലകളൊക്കെ കൊത്തി കഴിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കവർ ചെയ്ത് നിർത്തിയേക്കുന്നത്. ഇത് കുക്കുംബറാണ് കേട്ടോ. ആകെ ഈ 2 കുക്കുംബർ വള്ളികൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ പൂച്ചകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ പിടിച്ച് വന്നിട്ടുണ്ട്. പൂവൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് വാട്ടർമെലനാണ് കേട്ടോ. അത് കുറച്ചിങ്ങനെ പിടിച്ച് വന്നിട്ടേ ഉള്ളൂ. ഒരുപാട് വിത്ത് ഞാൻ ഇട്ടതാണ്. പക്ഷെ കുറച്ച് മാത്രമേ പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പടർന്ന് കയറി വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മുരിങ്ങയാണ് കേട്ടോ. മുരിങ്ങ ഇപ്പോൾ ഒത്തിരി അങ്ങ് വലുതായിട്ടുണ്ട്. മുരിങ്ങ കഴിഞ്ഞ ഏപ്രിൽ ആ ഒരു സമയത്ത് മാർച്ച് ഏപ്രിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ മുരിങ്ങ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഗാർഡൻ്റെ വിശേഷങ്ങൾ. ഗാർഡൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എടുത്തതാണ് കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ സീഡുകളൊക്കെ ദുബായിൽ എങ്ങനെയാണ് ഇടുന്നതെന്ന്. അപ്പോൾ അതൊക്കെ വളർന്നു വന്നപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.